മാർ എന്താടാ അത്ര ഗൗരവം? അമ്പലത്തിലൊക്കെ പോയാ? അതെ, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന ദിവസമോ. അല്പമൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സമാധാനവും അല്പനേരത്തേക്ക് ഉള്ളതെന്നറിയാം. അതങ്ങനെ നിന്നോട്ടെ, നശിപ്പിക്കരുത്. ഇതെന്താ? സോറി വേണം, സോറി ബാലു, സോറിയേ. എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളീ പോണ കോളേജില്ലേ? ഹലോ, പേടിപ്പിക്കാതെ വന്നോടെ. പേടിച്ചാ വന്നോ? വന്നു. നീ എന്താടാ ഇങ്ങനെ? ഇതൊരു ബാങ്കാണ്, ആ ഒരു മര്യാദയിലൊക്കെ ഒന്ന് പെരുമാറും. മഞ്ജു ഇതെവിടെ? ആരാ നിന്റെ മഞ്ജു? ചൂടാവല്ലേ, ഇതൊരു ബാങ്കല്ലേ. എടാ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ തൊട്ട് അവനോട് സംസാരിക്കും. മഞ്ജു, മഞ്ചേഷ്, ഇവൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാനായിരുന്നു നിന്റെ അടിമയെ. അളിയാ പ്ലീസ്. മാഡം പെട്ടെന്ന് കിട്ടതല്ലേ? അത് കുറച്ച് സമയം എടുക്കും. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അതിനുള്ള ഇവിടെ വെയിറ്റ്. ഇനി ഇതൊന്നും അവനോട് പറഞ്ഞേക്ക്. ഞാനാ ഇത് വെച്ചോ പ്ലീസ്. ഞാൻ ഇങ്ങനെ പോ. അതെ, ബാങ്കാണ്. ഇനി ഡി ആവശ്യമില്ല. ഇത് അവൻ പഠിക്കുന്ന കോളേജ് എന്താണ് പറയുന്നത്? പിടിവിട്. ഇവിടെ ഒരു ഗുണ്ടയോടെ കളിക്കുന്നുള്ള ബോധം നിനക്കുണ്ടോ? പിടിവിട്. പറഞ്ഞാ നീ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നോണ്ടാ പറയാതിരുന്നു. ആളുകൾ നോക്കുന്ന നീയല്ലേ നാണക്കേടിന്റെ ആള്. എന്തൊരു പവറാടാ നിനക്ക്. എടാ, നീയും കൂടി വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീർക്കാവുന്നുള്ള ആ റോക്കോയെ. നീ നടങ്ങ്, അവ ഒന്ന് പറഞ്ഞോട്ട്. നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞ അവൻ കൊണ്ടുവന്ന്? നിന്റെ അമ്മ. പിന്നല്ലാതാരാ? എന്റെ അമ്മയെ. എടാ, എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എന്റെ അച്ഛനാ ഏറ്റവും വലിയ ഗുണ്ട. ഹലോ, സാവിത്രിയോ? എന്താ? ഒന്ന് നാട്ടിൽ വരണം, എത്രയും പെട്ടെന്ന്. വരാലോ. എന്താ? എന്തിനാ? എടാ, ഈ റോക്കോയുടെ അച്ഛനാണ് ഗുണ്ട. അവൻ വെറും ഒരു പോസ്റ്ററിംഗ് ആണ്. പോസ്റ്ററിംഗ് എന്താ ആന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? അതെ, എന്താ പ്രശ്നമെന്ന്. എടാ, നിനക്കും മഞ്ജുവിനും വേണ്ട കോമേഴ്സ് ആ കോളേജിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഏതെങ്കിലും കോഴ്സ് ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ റോക്കോ, എടാ, അവനെ എനിക്കുള്ളൊരു ബോണസായി മാത്രം നീ കണ്ടാ മതി. അങ്ങോട്ട് നീ കൂടുതൽ ആലോചിച്ച് തലവൊക്കാതെ വന്നേ. അഡ്മിഷൻ ലേറ്റ് ആയില്ലേ, ഉള്ള സീറ്റോടെ പോവും. പറഞ്ഞേക്കാം. എടാ, അതെ, ഞാൻ എഴുതിക്കോളാം. ബാലു, എടാ എനിക്കറിയാം. ബാലു, എടാ, ഞാനിതൊന്ന് ശരിയായിട്ട് പൂരിപ്പിച്ചോട്ടെ. ബാലു. സഹായിക്കണ്ട, ഞാൻ ചെയ്തോളാം. എടാ, എന്തോന്നു ബാജു? എടാ, നിന്നെ ഒറ്റ ഒരുത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സംഭവിച്ചത്. കുടിക്കപ്പോ സമാധാനമായല്ലോ. എന്നാ തോറും പൂരിപ്പിക്കും. ബാലു, എടാ ബാലു, നോക്കിങ്ങോട്ട്. എടാ, ഞാനൊന്ന് പറയട്ടെ. എന്തോ പറയാനാ? എടാ, അവനെ പുറത്തിട്ട് അടിക്കുന്ന പോലെ അവന്റെ കോളേജിനകത്തിട്ട് അടിക്കുന്നേ. അത് മാത്രമല്ല, അവൻ ഇന്നു മുതൽ നിന്റെ സീനിയറാ. സീനിയർ അല്ലേ ആയുള്ളൂ, അല്ല എന്റെ അച്ഛനൊന്നും ആയില്ലല്ലോ. ഞാൻ പറയട്ടെ. എടാ, എനിക്കറിയാം നിന്റെ ടെൻഷന്റെ കാര്യം ജയലജ. പക്ഷെ ഇതുകൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. ദേ, ഞാൻ വാക്കുവരും. ശരി, ഞാൻ ഒരു ഐഡിയ പറയാം. നോക്കിങ്ങോട്ട്. ഇന്ന് കോളേജിന് പുറത്തു വെച്ച് ഒരു അവസാന ശ്രമം നടത്തുന്നു. നിനക്ക് വേണ്ടി. എനിക്ക് എന്നാ എനിക്ക് വേണ്ടി. എന്താ പറയുന്നു? എന്തൊരു കോടാലിയായ. ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. ടപ്പേന്ന് ചെറിയൊരടി. ഓക്കെ. അവന്റെ ടൂൾസ് വല്ലതും കാണും. നേരത്തെങ്കിൽ മറ്റേ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ, ഞാൻ
ഏത്തക്കപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വരാ. ഈശ്വരാ അതോണേ. ചേട്ടാ ഒരു ചായ, ഒരു വട, ഒരു ഏത്തക്കപ്പം എല്ലാം പെട്ടെന്ന്. ഏത്തക്കപ്പം മതി. എടുക്കട്ടറാ എന്തൊരാത്യോ. ചേട്ടാ പെട്ടെന്ന്. ഭാഗ്യം കണ്ണാടി ഉണ്ട്. അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. ചേട്ടാ വണ്ടി റെഡി. എടാ അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കറിയോ? കണ്ണാടി താടാ ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടി താടാ. ഇല്ലെങ്കിൽ കണ്ണാടി എടുക്കണം. ചേട്ടാ ചേട്ടാ മനോരമല്ലേ? ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ, കണ്ണൊന്ന് പൊത്ത് വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണി കണ്ടുകൊണ്ട്. ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം. എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി